കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും തലസ്ഥാനത്തും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചതിനെതിരായി അതിശക്തമായ പ്രതിഷേധം നമ്മൾ ഇന്ന് നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് AG's ഓഫീസിലേക്ക് നമ്മൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഇവിടെ ബഹുമാനായ ശ്രീ കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ വിശേഷിപ്പിക്കുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ് BJPക്കാർ നരേന്ദ്രമോദി സർക്കാരിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വന്ന് 7 വർഷം കഴിയുമ്പോൾ 12 വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും അവരുടെ ജീവിത പ്രയാസങ്ങൾ അവരെ കൊള്ളയടിക്കുകയും ദുരിതപൂർണമായ ജീവിതം സംഭാവന ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തെ അധികാരത്തിലിരിക്കുന്നത്. ഈ ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ എക്കാലത്തും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും മറന്നുകൊണ്ട് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കും ഈ രാജ്യത്തെ സമ്പന്ന വർഗത്തിനും അവർക്ക് ലാഭമുണ്ടാക്കുന്ന, അവരെ സഹായിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചുള്ളത്. പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്? നമുക്കറിയാം, 1 മാസത്തിന് മുമ്പ് LPG വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചു. അത് 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ CNGക്ക് വില വർദ്ധിപ്പിച്ചു. അങ്ങനെ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള വില വർധനവ്, ഇത്തരത്തിലുള്ള കൊള്ളയടി തീർച്ചയായും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഗൾഫ് അല്ലെങ്കിൽ പശ്ചിമേഷ്യ നടക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ ഇത്തരത്തിൽ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന മോഡി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള അതിശക്തമായ പോരാട്ടമാണ് ഇന്ത്യയിലൊട്ടാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിൽ, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തി വരുന്നത്. പക്ഷേ ഈ സർക്കാർ നരേന്ദ്രമോദി ഗവൺമെന്റ് എത്രയൊക്കെ പാവപ്പെട്ടവനെ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കാമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. നമുക്കറിയാം, ഇവിടെ ശ്രീ കെ മുരളീധരൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മഹിളാ മോർച്ച നേതാക്കന്മാര് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ സർവീസ് കിട്ടിയില്ല, അത് നടപ്പാക്കിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പ്രക്ഷോഭം നടത്തുകയുണ്ടായി. അവർ യഥാർത്ഥത്തിൽ സമരം നടത്തുന്നത് എവിടെയാണ്? നരേന്ദ്രമോദിയുടെ ഓഫീസിന് മുന്നിലാണ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലാണ്, അതുപോലെ കേന്ദ്രമന്ത്രിമാരുടെ ഓഫീസിന് മുന്നിൽ ആണ് സമരം നടത്തേണ്ടത്, പ്രക്ഷോഭം നടത്തേണ്ടത്. അവർ ഈ രാജ്യത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷ, അത് നമുക്കെല്ലാവർക്കും അറിയാം, ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ എഴുതുന്ന നീറ്റ് പരീക്ഷ അത് അവതാളത്തിലാക്കിയവരാണ്. പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിച്ചവരാണ്. അതോടൊപ്പം തന്നെ CNGയുടെ വില വർദ്ധിപ്പിച്ചു, അതുപോലെ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ജനങ്ങളെ അടിക്കടി കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായി സമരം ചെയ്യാതെ, സത്യപ്രതിജ്ഞ പോലും ചെയ്യാത്ത ഒരു ഗവൺമെന്റ്, അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഈ സമരം നടത്തിയ മഹിളാ മോർച്ചക്കാർ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സമരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങളെ മറച്ചുപിടിക്കുവാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനെതിരായി ജനങ്ങളെ തിരിച്ചുവിടാനുള്ള ശ്രമം ഇപ്പോഴേ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മഹിളാ മോർച്ചക്കാര് അവരെത്രത്തോളം ജനങ്ങളുടെ പരിഹാസ്യരായി എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള ക്രൂരമായ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ, അതിനെതിരായുള്ള അതിശക്തമായ പോരാട്ടമാണ് മോഡി സർക്കാരിനെതിരായി കഴിഞ്ഞ 10-13 വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടം തുടരും. ഈ പെട്രോളിന്റെ ഡീസലിന്റെ വില പിൻവലിക്കുവാൻ തയ്യാറാകണം. അതുപോലെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ച വില പിൻവലിക്കാൻ തയ്യാറാകണം. അതിനെതിരായി കോൺഗ്രസ് പ്രവർത്തകർ അതിശക്തമായ പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ആഹ്വാനം ചെയ്ത ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.